ഹലോ ഗായ്സ്, അപ്പോൾ ഗുഡ് ഈവനിങ് എല്ലാവർക്കും. അപ്പോൾ അമ്മ ഇന്ന് വൈകിട്ട് വന്നപ്പോൾ നമുക്ക് കുറച്ച് മത്തി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മത്തി നമ്മൾ ഇന്ന് കറിയും വെച്ച് കപ്പയും വേവിച്ച് നമ്മൾ അതിൻ്റെ കൂടെ അടിക്കാൻ പോയിന്ന് വൈകിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടിരുന്നു എല്ലാവരും. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ മത്തിയെ വൃത്തിയായിട്ട് കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് കുറച്ച് ടിപ്സാണ് ഗായ്സ് കേട്ടോ. ഇത് കടപ്പുറംകാരൻ ടിപ്സാണ്. നിങ്ങൾ ഒന്ന് അറിഞ്ഞിരുന്നു എങ്ങനെ കറക്റ്റായിട്ട് ഒരു മത്തി വെട്ടണമെന്ന് ഇപ്പോൾ കാണിച്ചു തരും. ഓക്കെ അമ്മേ, സ്റ്റെപ്സ് തുടങ്ങി പറഞ്ഞോ. അടുത്ത മീനെടുത്ത് പറഞ്ഞോ. ആദ്യം നമ്മൾ സാധനം ഈ സൈഡ് വെച്ച് ഇങ്ങനെ കണ്ടിട്ട് ഇവിടെ നമ്മൾ ഒരു വരയാണ്. എന്നിട്ട് പിന്നെ ചേണ്ടി ഈ ചിറക് ഇങ്ങനെ കണ്ടിക്കരുത്. ഇങ്ങനെ കണ്ടിക്കുക ചിലത് ഇങ്ങനെ നീർന്നങ്ങ് പോകും. അങ്ങനെയല്ല, അതിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെട്ടിയിട്ട് ഒന്ന് വരഞ്ഞിട്ട് ഇതിങ്ങനെ പിടിക്കണം. അപ്പോൾ ക്ലിയർ ആയിട്ട് വരും അല്ലേ? എന്നിട്ട് വരും. ഇച്ചിരി പഴുത്ത മീനൊക്കെ ആയിട്ട് അത് അവിടെ ഉറച്ചിരുന്നു. നമ്പർ എടുത്തോ. കുടൽ വൃത്തിയായി നമ്മളിതിൻ്റെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വെട്ടിയിട്ട് കാണിച്ചു തരും. ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കും. അതിൻ്റെ ആവശ്യമില്ലല്ലേ? അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വെക്കുമ്പോൾ ഈ സൈഡിലൊക്കെ കറയിരിക്കും, കറുത്ത തൊലി ഇരിക്കും. ഇതങ്ങനെ കറയല്ല, കറുത്ത തൊലി. ഇതാകുമ്പോൾ ഇങ്ങനെ നമ്മൾ വെട്ടിയിട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ തന്നെ വലിക്കുമ്പോൾ അത് ഫുള്ള് അങ്ങ് അകമെല്ലാം വൃത്തിയായി കാണിച്ചിരുന്നു. അകമെല്ലാം വൃത്തിയായി. അങ്ങനെ വേണം ചെയ്യാം. അല്ലാതെ നമ്മളിന്ന് വടിച്ച് പിച്ചാത്തിക്ക് അതെല്ലാം അങ്ങനെ തന്നെ കിടക്കുന്നു. ഇനി ഇതൊന്ന് കഴുകിയെടുക്കുമ്പോഴത്തേക്കും എല്ലാം പോവല്ലേ? അഴുക്കും എല്ലാം പോകും. ഉപ്പ് കണ്ടിട്ടുണ്ട് നമ്മൾ ഈ മീൻ വേവിച്ച് കഴുകുമ്പോൾ. അന്നേരം എളുപ്പം ഉളുമ്പൊക്കെ അങ്ങ് പോകും. കണ്ടോ വെട്ട് കണ്ടുണ്ടോ? നഖമൊക്കെ കണ്ടോ? ഒരു കറുത്തത് നല്ലതാണ്. ആ വെട്ടുന്നതിൻ്റെ രീതിക്കനുസരിച്ച് അതങ്ങ് പൊക്കോളും. അല്ലെ ആ പിച്ചാത്തി ഇട്ട് ഇങ്ങനെ തോണ്ടി എടുക്കും. അതിൻ്റെ ആവശ്യമില്ലതേ. ഈ മീനിൻ്റെ പേരറിയാവോ? ഇതാണ് പക്കറുകൂട്ടൻ. കുട്ടൻ്റെ ചെറുത്. പക്കറുകൂട്ടന് ഞങ്ങൾ അങ്ങനെയാണ് പടിഞ്ഞാറ് അമ്പലപ്പുഴയിലൊക്കെ പറയുന്നത്. പക്കറുകൂട്ടൻ നല്ല രുചിയുള്ള മീനാണ് കുട്ട്. പണ്ടെൻ്റെ ചെറുപ്പത്തിലേ, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ 50 പൈസയുടെ ഒരു മീനൊക്കെ 50 പൈസ ഒരു പങ്കിനൊക്കെ കിട്ടുന്ന കാലത്ത് അന്ന് 2 മത്തിയേ കിട്ടുകയുള്ളൂ. വലിയ 2 മത്തി കിട്ടിയപ്പോൾ 1 രൂപയ്ക്ക് 2 50 പൈസക്ക് 2 എങ്ങാണ്ട്. അതിൻ്റെ ചെറുപ്പം ഓർമ്മ. 2 മത്തിയേ വീട്ടിലുണ്ടായിരുന്നു. ദേവപ്പഴിക്ക് അന്ന് പൂച്ച കൊണ്ടുപോയി 2 മീൻ. അപ്പോൾ ആ 2 മത്തിയിട്ട് എൻ്റെ അമ്മ പച്ചയരച്ച് കറി, അവിടെ പടിഞ്ഞാറൊക്കെ പച്ചയരച്ച് കറിയാണ് നമുക്ക് പ്രധാനം. പച്ചയരച്ച് കറി വെച്ചു. അപ്പോൾ അത്താഴത്തിന് ചോറ് വിളമ്പിയപ്പോൾ ഞങ്ങളൊക്കെ എല്ലാം അമ്മ ചോറ് വിളമ്പിയപ്പോൾ അമ്മ എൻ്റെ മൂത്തണ്ണനോട് പറഞ്ഞു, വലിയണ്ണനോട് പറഞ്ഞു, പിന്നെ മീൻ കുറവാണ്, നീ കണ്ടു കൂട്ടണേന്ന് പറഞ്ഞേ. മീൻ കഷ്ണം കുറവായതുകൊണ്ട് കറി കണ്ടു കൂട്ടണേന്ന് പറയും ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പറയുന്നത്. അങ്ങനെ പറഞ്ഞു. അപ്പം വല്യമാമൻ ഒരു ഉള്ള ചോറെടുക്കും, താഴോട്ട് നോക്കും. പിന്നെ ഒരു ഉള്ള ചോറെടുക്കും, താഴോട്ട് നോക്കും, വായു വെക്കും. ഇങ്ങനെ ആയപ്പോൾ 2-3 പ്രാവശ്യം അമ്മ വെച്ച്, എന്താ കുഞ്ഞാ നീ ഇങ്ങനെ ചോറ് ഉരുട്ടിയിട്ട് അങ്ങോട്ട് നോക്കും, വായിലിട്ട് വയ്ക്കും, അങ്ങോട്ട് എന്താ നീ കറി എടുക്കും? അമ്മയല്ലേ പറഞ്ഞത് കണ്ടു കൂട്ടണമെന്ന്. അതാ അങ്ങനെ കൂട്ടണം. അയ്യോ, അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ അങ്ങോട്ട് എന്തോ ചിരിയെന്നു. ഇപ്പോഴത്തെ കാര്യമല്ലേ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ആങ്ങളുടെ കുടുംബം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചായിരുന്നേ. കുട്ടമ്മിച്ചായനും പെണ്ണാച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് 2-3 മക്കളുണ്ട്, സുരഭിയും സുമയും. അപ്പോൾ അവിടെ അമ്മയൊക്കെ ഇങ്ങനെ വൈകിട്ട് തഴയൊക്കെ ഉണക്കി ഈ നിലാവത്ത് നീർത്തൊക്കെ വെക്കുന്ന തഴപ്പായൊക്കെ നെയ്യുന്ന ഒരു കാലമുണ്ടാകും ചെറുപ്പത്തിൽ, ഞങ്ങളുടെ ചെറുപ്പത്തിൽ. അങ്ങനെ മീൻ മേടിച്ച് കറി വെച്ച്, കറി അടുപ്പ് വെച്ചിട്ട് പെണ്ണായി ചേച്ചി ഈ തഴ ഇങ്ങനെ നീർക്കുക. അപ്പോൾ സുരേണ്ടനോട് പറഞ്ഞ്, മോനേടാ കറി എന്ന് തുള്ളുമ്പോൾ ഇറക്കി വെക്കണേന്ന്, ഒരു തിള തുള്ളിയിട്ട് ഇറക്കി വെക്കണേന്ന് പറഞ്ഞു. സുരേണ്ണൻ ചെന്ന് കറി അങ്ങ് ഇറക്കി വെച്ചു. കുറേ നേരം കഴിഞ്ഞ്, എടാ കറി നോക്കിയില്ലേ? കറി ഇറക്കിയില്ലേ? ഇത്ര കറി വെന്തില്ല, നീ എന്ത് ചെയ്തെടുത്ത്? അത് അമ്മയല്ലേ പറത്തുള്ള, ഞാൻ 2-3 തുള്ളി ഇറക്കി വെച്ച് കറി. അങ്ങനെ സുരേണ്ണൻ പുളി നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളത്തിൽ
നമ്മളൊന്നുകൂടെ മീൻ കഴുകി വൃത്തിയാക്കും. അപ്പോൾ ഒന്ന് ഉളുമ്പുണ്ടെങ്കിൽ വീണ്ടും വൃത്തിയാകും മീൻ. അതൊക്കെ എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ള. അങ്ങനെ ആ കറി വെച്ചപ്പോൾ ഞങ്ങൾ അരച്ച് വെക്കുമ്പോൾ സമയത്തായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരുന്നത് ചെമ്മീനായിരിക്കും കറി വെക്കാൻ കൊണ്ടുവരുന്നത്. പക്ഷെ ഞങ്ങൾ അന്നേരം പടിഞ്ഞാറ് അത് പച്ച അരച്ച് കറി വെക്കും. എന്നൊക്കെയല്ല തീയലും ഒക്കെ വരുന്നത്. ആ പച്ച അരച്ചതിനകത്ത് കുടംപുളി ഇട്ട്, നല്ല സിനിമയിലൊക്കെ പറയത്തില്ലേ പാട്ട്, കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറി ഉണ്ടല്ലോ, അത് പച്ച അരച്ചാണ് ഞങ്ങൾ വെക്കുന്നത്. ചിലപ്പോൾ സ്രാവ് കൊണ്ടുവരും. സ്രാവൊക്കെ വറുത്തരച്ച് വെക്കുന്ന മീനാണ്. പക്ഷെ ഞങ്ങൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കളയാൻ പറ്റത്തില്ലല്ലോ, രണ്ട് തേങ്ങയൊക്കെ വെച്ച് അരയ്ക്കുന്നതല്ലേ. ആ സ്രാവ് ഞങ്ങൾ പച്ച അരച്ച് കറി വെച്ച് കൂട്ടും. ഇങ്ങനെ കാലയിൽ ഇങ്ങനെ കുത്തി വെക്കും ചട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളിവിടെ മീൻ കഴുകുന്നത്. ഇങ്ങനെ നമ്മൾ വക്കെല്ലാം കഴുകി അതെല്ലാം കളഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് പോരും. ഗായ്സ്, അപ്പം നമ്മൾ കപ്പയെല്ലാം കൊത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് കഴുകണം. ഓക്കെ, കഴുകിയിട്ട് നമുക്ക് അടുപ്പത്ത് കയറ്റിയിട്ട് വേവിച്ചെടുക്കണം. ഓക്കെ, അടുപ്പിൽ കയറ്റിയിരിക്കുകയാണ്. നല്ല വിറകടുപ്പാണ് കേട്ടോ ഗായ്സ്. തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം കറിവേപ്പിലയും വിട്ട് ആദ്യം അളവോ നമ്മുടെ മീനിൻ്റെ കണ്ടന്റ് അനുസരിച്ചിരിക്കും. മീൻ എന്തുമാത്രം ഉണ്ട് അതനുസരിച്ച് നമ്മൾ എടുക്കുന്നത്. ആദ്യം ഒന്ന് ഒഴിച്ച് ചുവന്നുള്ളി ഇടുവാണ്. പച്ച അരച്ചാണ് നമ്മൾ കറി വെക്കുന്നത്. കാരണം കൊച്ചുമത്തിയല്ലേ, അപ്പം അതിന് പച്ചമുളക് അറ്റം പൊളന്ന് ഇടുക. നെടുപ്പ് കളയത്തില്ല. എല്ലാം അതാണ് രുചി. അതവിടെ നമ്മൾ കറി വെക്കുമ്പോൾ കഴിക്കുമ്പോൾ നെടുപ്പെടുത്തുക. പുളി. അപ്പോൾ ഇത് ഒത്തിരി മീനുണ്ടായിരുന്നേ, 2 കിലോ മീനുണ്ടായിരുന്നു. നാളത്തേക്ക് കുറച്ച് പറ്റിക്കാം. അത് ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന മീൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ ഒരു കൂട്ടുകാരി പറഞ്ഞ ടിപ്സാണ്. കഴുകി വൃത്തിയാക്കിയിട്ട് അതിന് പച്ചയ്ക്കായാലും നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് പച്ചയ്ക്കിരിക്കും. അപ്പോൾ ഞാനിതുകൊണ്ട് വെച്ചിട്ട് വരാം. അപ്പം അരപ്പൊഴിച്ച് മിക്സിയുടെ ജാറിൽ അരപ്പൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴുകി ഇനി നമ്മൾ ഇതൊന്ന് ചേർത്ത് കൈകൊണ്ട് തന്നെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം വെച്ച് മീൻ കറി അടുപ്പിലോട്ട് വെച്ച് ഓറഞ്ച് കളറിലെ കറി. കുറച്ച് വെള്ളം കൂടെ വേണം. അരപ്പ് മീൻ മുങ്ങിക്കിടക്കണം. നമ്മൾ നല്ലോണം ഒന്ന് ഇച്ചിരി തീ ശരിക്കും ചട്ടി ചൂടായതിന് ശേഷമേ മീൻ കറിക്ക് ഉപ്പിടാവൂ എന്നാണ് എൻ്റെ അമ്മ പഠിപ്പിച്ചിരുന്നത്. കുറച്ച് കറിവേപ്പില നമ്മൾ അരപ്പിനകത്ത് അരച്ചായിരുന്നു. അരച്ച് വയ്ക്കുമ്പോൾ പിന്നെ കുറച്ച് കറിവേപ്പില ഇടുക. പിന്നെ തിളയ്ക്കാൻ നേരത്തെ ഇച്ചിട്ടിടും. അന്നേരം മണം കിട്ടും. അതാണ് നല്ലത്. തീ നല്ലോണം കത്തി നമുക്ക് ഉപ്പിട്ട് കൊടുക്കും. ഇളക്കരുത്. ഓക്കെ, ഇനി അടുന്ന് വേവട്ടെ. കറി ആയോ നോക്കാൻ നമുക്ക്. ഇവിടെ വെള്ളം വറ്റുന്നുണ്ട്. വെള്ളം വറ്റട്ടെ. എണ്ണ ഇടഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഉപ്പും പുളിയൊക്കെ നോക്കാം. കറിവേപ്പില ഇടാം. നേരത്തെ ഇത്തിരി ഇട്ട് ഇറക്കുമ്പോൾ ഇനി ഒന്നുകൂടെ ഒരു തളയും കൂടെ തിളക്കട്ടെ. ഓക്കെ, പഴുത്ത തക്കാളി അവസാനം ഇട്ടാലേ കറിക്ക് വേറൊരു ടേസ്റ്റ് വരും. അപ്പം അത് നല്ലതാണ്. പച്ച അരച്ച കൊച്ചുമത്തിയല്ലേ തക്കാളി ഇട്ട് കറി വെക്കുന്നത്. പച്ചത്തക്കാളി ഇട്ട് തന്നെ കറി വെക്കും. ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മ അങ്ങനെ വെച്ച് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നല്ലതാണ് അങ്ങനെ ഇടുന്ന രുചിയാണ്. ഇവിടെ കറി റെഡിയായി. എണ്ണയൊക്കെ തെളിഞ്ഞ്
ഓക്കെ. ഉപ്പും മഞ്ഞളും അല്പം മുളക് പൊടി. ഓക്കെ, അപ്പോൾ ഫുഡായിട്ടുണ്ട് നമ്മുടെ കപ്പ കൊച്ചു മത്തി കറി വെച്ചത്, തക്കാളി, അടിപൊളി കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേറൊരു സെറ്റപ്പായിട്ട് കാണാം. ഓക്കെ, ഗുഡ് ബൈ.